നമസ്കാരം. ഈ മാസം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയിരിക്കുകയാണ്. ഈ വർഷം ഇത് രണ്ടാമത്തെ തവണയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കൂടുന്നത്. വരുന്ന മാസങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമോ അല്ലെങ്കിൽ കുറയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ, എൻ്റെ മാത്രം അസസ്മെൻറ്റാണ്, എനിക്ക് തോന്നുന്നത് ഇനിയുള്ള മാസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനാണ് സാധ്യത. അതിൻ്റെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇൻഫ്ലേഷൻ റേറ്റ് കുറയുന്നില്ല. 3.8% നിൽക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റ് താഴേക്ക് വരുന്നേ ഇല്ല. രണ്ടാമത്തെ കാര്യം, യുദ്ധം ലോകത്തുണ്ടാക്കിയ ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാന പ്രശ്നം ഫ്യൂവൽ പ്രൈസാണ്. ഫ്യൂവൽ പ്രൈസ് ഇങ്ങനെ കൂടുന്നത് കൊണ്ട് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസത്തിന് ഇത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളുണ്ട്, ഫുഡുണ്ട്, ക്ലോത്തിങ് ഉണ്ട്, അതുപോലെ മറ്റ് അവശ്യ സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ വില കൂടുന്നത് കൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചോദ്യമുണ്ട്, എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക? ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കൂടുന്നതിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഇതിന് മുമ്പും കൂടിയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1990കളിൽ ഇൻഫ്ലേഷൻ റേറ്റ് 7.5% വന്നപ്പോൾ 17% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാണ് ഓസ്ട്രേലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് റിസർവ് ബാങ്ക് രക്ഷിച്ചത്. എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തെ സ്മാർട്ടായിട്ട് തരണം ചെയ്യാമെന്ന് നോക്കാം. ഒന്ന്, അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക, കടം വാങ്ങൽ, ഷോപ്പിങ്ങുകൾ കുറയ്ക്കുക, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡിൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറയ്ക്കുക. അതുപോലെ പണം കരുതി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പണം കരുതി വയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ പണം കരുതി വയ്ക്കരുത്. ഒരു ഓഫ്സെറ്റ് അക്കൗണ്ടിൽ പണം കരുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോണിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും പറ്റും, സ്മാർട്ടായിട്ട് സേവ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതുവരേക്കും നന്ദി, നമസ്കാരം.